വിജയിച്ചവനും പരാജയപ്പെട്ടവനും ഒരേപോലെ മടിയുള്ളവരാണ്. പക്ഷെ മടിയെ ഓവർകം ചെയ്യാനുള്ള അവരുടെ കഴിവാണ് അവർ വിജയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ലക്ഷ്യബോധമില്ലായ്മ, ഞാനിത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് കുറച്ചുകൂടെ പറഞ്ഞത്. അത് കുറേ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ ലൈഫ് കുറേ കൈവിട്ട് പോയി കഴിഞ്ഞായിരിക്കും പിന്നെ ഇന്നതുപോലൊക്കെ ചെയ്താൽ മതിയെന്ന്. പിന്നെ നിങ്ങൾക്ക് അവനവനോടുള്ള ദേഷ്യവും ഫ്രസ്ട്രേഷൻസും പിന്നെ ചുറ്റുപാടുള്ളവരോട് വരികയും പിന്നെ ആര് പറഞ്ഞത് കേൾക്കാതെ വരികയും അമിതമായ ഉത്കണ്ഠ ഉണ്ടാവുകയും ലക്ഷ്യബോധമില്ലായ്മ വരികയും ഒക്കെ മൊത്തത്തിലൊരു അക്സെപ്റ്റൻസ് കുറവുള്ള ഒരു ലൈഫ് സ്റ്റൈലാവും. അതൊന്നും വേണ്ട. ഒരു കുറച്ച് കാലം മാത്രമല്ലേ നമ്മളിവിടെ ഉണ്ടാവും. ആ കാലം ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ, വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിൽ സർവ്വസാധാരണ, പൂർണ്ണമായിട്ടുള്ള ഒന്നുമില്ലല്ലോ ഇവിടെ. അപ്പം ആ അപൂർണതയിൽ പരമാവധി പൂർണ്ണമാക്കാൻ ശ്രമിക്കുമ്പം എത്ര എഫേർട്ട് ഇട്ടാലും എത്ര ഇത് ചെയ്താലും എവിടെയോ എന്തോ ഒരു കുറവുള്ളതുപോലെ ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ആ അപൂർണതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ച് ആലോചിക്കും. എങ്ങനെ ഇത് പൂർണ്ണമാക്കാം, എങ്ങനെ ഇത് ഭംഗിയാക്കാം എന്നുള്ളത്. ആ ഓരോ പ്രാവശ്യത്തെയും ശ്രമം വ്യക്തിപരമായും എല്ലാം കൊണ്ടും ഭൗതികപരമായിട്ടും ഒക്കെ വല്ലാത്ത മാറ്റമുണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആ ലക്ഷ്യബോധമില്ലായ്മ മാറ്റിയിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നുള്ളതാണ്.